ഇവനെ മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് ന്യൂനത ഉണ്ടെന്ന് ഞാൻ പറയും. എന്നിട്ടല്ലേ ഇവനൊരു പണ്ഡിതനായിട്ട് KNMകാരോട് ഞാനൊരു കാര്യം പറയണം. TP ഒക്കെ ഇപ്പം നയിക്കുന്ന KNM ഇവന്റെ ഒക്കെ പ്രസംഗങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആഖിറത്തെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം നടത്തേണ്ടി വരും. നിങ്ങൾ ആഖിറത്തെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഇവൻ മതനിഷേധിയും അല്ലാഹുവിനെ പേടിക്കാത്തവനും ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവനുമാണ്. ഇവൻ കപടനാണ്. ഇവൻ ചെയ്യുന്ന അക്രമം കണ്ടോ? മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്ന് വായിച്ചവൻ പറയൂ, അത് ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതെടുത്തിട്ടാണോ മുജാഹിദുകളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ, അച്ചിത്തം മൂത്തവരെ, ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് പരലോകമാണ്? ഇതാ അനസ്. ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇവന്റെ പ്രസംഗ സദസ്സിലിരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കയ്യിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇവനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, ഇത് പല സദസ്സിലും കാണിക്കാൻ മുജാഹിദുകളുടെ മനസ്സ് വേദനിച്ചു. അനസേ, നിന്നേക്കാൾ കൂടുതൽ തൗഹീദ് പറഞ്ഞവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെ കുറിച്ച് അനസേ ആളുകൾക്കിടയിൽ നീ തെറ്റിദ്ധരിപ്പിച്ചത്. വരും അനസേ, ആ പരലോകത്ത് നീ വരും അനസേ. ഇന്നഹാ തർമീ ബിശർരിൻ കൽകസർ കഅന്നഹും ജിമാലത്തുൻ സുഫർ. നാളെ ഇത് നീ കേട്ടാൽ, നിനക്കിത് കേൾക്കാൻ കഴിഞ്ഞാൽ, എന്റെ ഈ കേസറ്റ് പുറത്തിറങ്ങിയാൽ നീ കേൾക്ക്. ഒറ്റക്കൊരു മൂലയിരുന്ന് പൊട്ടിക്കര. ആഖിറമുണ്ട്. റസൂലാ പറഞ്ഞത്, അബ്ദുറഹ്മാൻ സലഫിയല്ല. അതുകൊണ്ട് ഈ അനസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, പേടിക്കണം. എന്തറിയോ, നാളെ ഓല ടീം ഇപ്പൊ ഒരാളെ കുറിച്ച് സാമ്പത്തിക ആരോപണം ഉന്നയിച്ചാൽ അനസ് ക്ലിപ്പിംഗ് ഇടാറായിട്ടോ. സാമ്പത്തിക ആരോപണം വേറൊരു അറസ്റ്റ് ചെയ്ത ഒരു ജോർജിനെ എന്നിട്ടായി കാണിച്ചിട്ട് എനിക്ക് അനസിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ മനുഷ്യൻ തന്നെയാണോ, ഇനി മറ്റെന്തെങ്കിലും ഒരു ജന്മമാണോ? എനിക്ക് ചിന്തിക്കാൻ, ആഖിറവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ പടച്ചറപ്പേ, ഇവനൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയേക്കാൾ ഇനി എന്തിന് സുനാമി, ഇനി എന്തിന് ഭൂകമ്പം, ഇനി എന്തിനൊരു കോളിളക്കം, ഇനി എന്തിനൊരു ബോംബ് സ്ഫോടനം? നാഥാ, ഇവനൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം. കേരള ജനതക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം. സഹിക്കാൻ കഴിയാത്തല്ലേ നിങ്ങള്? നോക്കി, ഒരു അയൽവാസിയെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ആ പെണ്ണ് വ്യഭിചരിച്ചു എന്നിട്ട് ഓൻ കാണിക്കുന്ന ലണ്ടനിൽ നടന്നൊരു വ്യഭിചാരം. ഓനെ വിടാവോ? ചിന്തിക്ക്, ഓനെ വിടാവോ? ഓനെ കൈകാര്യം ചെയ്യണ്ടേ ശരിക്കും ന്യായമുള്ളവർ? പടച്ചോനെ, ഇവനൊക്കെ എന്തൊരു ജന്മമാണ് റബ്ബേ. പിന്നെ ചില മനുഷ്യരെ ചിലർക്ക് പരീക്ഷണാക്കും നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക.